നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സ്റ്റെഫിയെ കാണാൻ വേണ്ടിയിട്ട് കിരണും കല്യാണിയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുവാണ്. അങ്ങനെ എസ് ഐനെ കണ്ടു കഴിഞ്ഞപ്പോ എസ് ഐ ചോദിച്ചു, അല്ല എന്തായി കാര്യങ്ങൾ? അവന്റെ പിന്നാലെ പോയിട്ട് എന്തായി ആ ഗംഗാപ്രസാദിന്റെ പിന്നാലെ? അപ്പോഴേക്കും കിരൺ പറഞ്ഞു, സാറേ പിന്നാലെ പോയതാ, പക്ഷെ അവനൊരു പുഴ നീന്തി കടന്ന് രക്ഷപ്പെട്ടു എന്ന് പറയണം. അവൻ പുഴ നീന്തി കടന്നാലും അവൻ ഇനി എവിടെ പോന്നു പൊങ്ങുന്നു നോക്കാം, നിങ്ങളെ പേടിക്കൊന്നും വേണ്ട എന്ന് എസ് ഐ പറഞ്ഞു. ആ സമയത്ത് കല്യാണി ചോദിച്ചു, അല്ല സാറേ സ്റ്റെഫിയുടെ കാര്യം എന്തായി? അവളെ ചോദ്യം ചെയ്തിട്ട് അവള് വല്ലതും പറഞ്ഞോ? ആ ഗംഗാപ്രസാദിന്റെ കൂടെ അല്ലായിരുന്നു അവൾക്ക് കൂട്ട്, അതുകൊണ്ട് അവള് പെട്ടെന്നൊന്നും അങ്ങനെ വിട്ടു പറയാൻ തയ്യാറാകുന്നില്ല. ഇച്ചിരി ചങ്കുറപ്പ് കൂടുതലുണ്ട് അവൾക്ക്. കാരണം കുറെ ചോദിച്ചിട്ടും അവളൊന്നും പറയണില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, പഠിച്ച കള്ളിയാണ് അവളും. കാരണം അവൾ ഏർപ്പാടാക്കിയ ഗുണ്ടകളാണ് ആ ഗംഗാപ്രസാദ് ജയിലിൽ കിടക്കുന്ന സമയത്തും എന്നെ കൊല്ലാനായിട്ട് വന്നേ. ആ സമയത്ത് കല്യാണിന്റെ അച്ഛനാ കുത്തേറ്റ്. അതൊക്കെ ഞങ്ങൾക്കറിയാൻ കിരണേ. കല്യാണി പറഞ്ഞു, അതുകൊണ്ട് ഒരു കാരണവശാലും അവള് രക്ഷപ്പെടാനായിട്ട് പാടില്ല. അപ്പോഴേക്ക് എസ് ഐ പറഞ്ഞു, അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തോളാനാ തമിഴ്നാട് പോലീസ് പറഞ്ഞിരിക്കുന്നേ. പക്ഷെ നമുക്കങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ പത്രക്കാരും മാധ്യമങ്ങളും ഒക്കെ വെറുതെ ഇരിക്കുവോ, പിന്നെ അവനെ പുകഴ്ത്തി പാടിക്കൊണ്ട് നടക്കും. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ഒരു തവണ എന്റെ കൈ കിട്ടിയത് അവനെ, പക്ഷെ അന്ന് നമുക്കൊരു അബദ്ധം പറ്റിപ്പോയി. അന്ന് തീർത്ത് കളഞ്ഞാൽ മതിയായിരുന്നു, അന്ന് സാറിനെ ഏൽപ്പിക്കുന്ന സമയത്ത്. അതെ കിരണേ, പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ല. ഇനി അവനെ കൈ കിട്ടിയിട്ടുണ്ടല്ലോ, അവൻ നേരെ ചൊവ്വേ ജയിലിലേക്ക് പോയി കിടക്കില്ല. അവനിട്ട് കൊടുക്കാൻ പറ്റുന്നതിന് മാക്സിമം കൊടുക്കും. ഒടുവിൽ ചോര ഛർദ്ദിച്ച് അവൻ ഇവിടെ കിടന്ന് ജയിലിൽ കിടന്ന് തന്നെ തീരത്തുള്ളൂ. കുറെ നാളുകളായി പോലീസുകാരെ ഇട്ട് വട്ടം കറക്കണേ. അപ്പോഴേക്കും കിരൺ ചോദിച്ചു, അല്ല സാറേ ഒരു കാര്യം കൂടെ, അവളെ ജാമ്യത്തിലെടുക്കാനായിട്ട് ആരെങ്കിലും വന്നോ? ആ സ്റ്റെഫിയെ ഇതുവരെയായിട്ട് ആരും വന്നിട്ടില്ല. വന്നാലും അവളെ അങ്ങനെ വിടാൻ പോകുന്നില്ല. അവളുടെ കയ്യിൽ നിന്ന് കുറെ തെളിവുകളൊക്കെ കിട്ടാനുണ്ട്. അതൊക്കെ കിട്ടിയിട്ട് മാത്രമേ ബാക്കി എന്ത് വേണമെന്ന് തീരുമാനിക്കുള്ളൂ. കല്യാണി ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് സ്റ്റെഫിയെ ഒന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, നിങ്ങൾ പോയി കണ്ടോളാൻ പറയണം. അങ്ങനെ ഒരു കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് കിരണും കല്യാണിയും കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. പിന്നീട് കിരണും കല്യാണിയും ഒക്കെ സ്റ്റെഫിയുടെ മുന്നിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് സ്റ്റെഫിങ്ങിന് രൂക്ഷമായിട്ട് കിരണും കല്യാണം നോക്കിയോണം. അപ്പോഴേക്കും കിരൺ ചോദിച്ചു, എങ്ങനെയുണ്ട്, സുഖവാസം തന്നെയാണോ? ഓ, അല്ലെങ്കിലും ഇവളിവിടെ ആദ്യം ആയിരിക്കുമല്ലോ. ഗംഗയ്ക്കാണെങ്കിൽ നല്ല പരിചയമുണ്ട് ജയിലിൽ കിടന്ന്, പക്ഷെ ഇവൾക്ക് അത്ര പരിചയം പോരാ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, എന്റെ കിരണേട്ടാ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇവളെ ഏതൊരു നല്ല കുടുംബത്തിൽ പിറന്നാന്ന് തോന്നേ. പക്ഷേ എങ്കില് ഇപ്പൊ കണ്ടില്ലേ കിടക്കുന്ന കിടപ്പ്. എടി, നിനക്കിത് എന്തിന്റെ കേടായിരുന്നു? നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നീ എന്തിനാടി അവനെ പോലെയുള്ള ഒരുത്തന്റെ പിന്നാലെ പോയത്? അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവള് പറഞ്ഞു, നീ എങ്ങനെയാണോ കിരണിന്റെ പിന്നാലെ പോയത് അതുപോലെ തന്നെയാന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇത്രയൊക്കെ ആയിട്ടും അവളുടെ നാക്കിനൊരു കുറവില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അത് ശരിയാ എടി, നീ ഇനി ഇവിടെ കിടക്കുള്ളൂ. നിന്നെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും ആരും വരാൻ പോകുന്നില്ല. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടായിരുന്നല്ലേടി, വെറുതെ എന്തിനാടി അവനെ പോലെയുള്ള ആമ്പിള്ളേരുടെ പുറകെ പോയി ആ നശിപ്പിച്ചു കളഞ്ഞേ. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് നല്ല സ്വഭാവമുള്ള ആൺകുട്ടികളെക്കാളും ഇഷ്ടം ഇതുപോലെ തരികട പരിപാടി ചെയ്ത് നടക്കുന്ന ആൺകുട്ടികളാണ് താല്പര്യം. അല്ലെങ്കിൽ പിന്നെ അവന്റെ പിന്നാലെ ഇവള് പോവോ? അവന്റെ ക്രൂരതകളെല്ലാം അറിഞ്ഞിട്ട് അവനെ സ്നേഹിച്ച് അവന്റെ പിന്നാലെ പോകുമ്പോ ഇവളുടെ പിന്നെ സൂക്കേട് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ? അപ്പോഴേക്കും ദേഷ്യപ്പെട്ട് നോക്കുവാണെങ്കിൽ സ്റ്റെഫി കല്യാണിയും കിരണിനെ. അപ്പോഴേക്കും കിരൺ പറഞ്ഞ്, നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഇനി ഇവിടുന്ന് നീ ഇറങ്ങിയാലും നിങ്ങളുടെ മേലെ എന്റെ ഒരു നിരീക്ഷണം കാണും. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും കൊള്ളരുതായ്മ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്, അതേ സ്പീഡിൽ തന്നെ നീ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്ന് കയറും. അപ്പോഴേക്കും അവള് പറഞ്ഞു, കയറും ഇതുപോലെ കുറെ ഭീഷണികൾ ഗംഗയും കണ്ടോളാം. എന്നിട്ട് എന്തായി? അപ്പോഴേക്കും കിരൺ ചിരിച്ചു, ഇനിയിപ്പം ഗംഗാപ്രസാദനെ നീ നോക്കണ്ട, അവനിനിയിപ്പം ഇങ്ങോട്ടേക്കൊന്നും വരാൻ പോകുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അവള് ചോദിച്ചു, നിങ്ങൾ എന്റെ ഗംഗ എന്തെങ്കിലും ചെയ്തോ? അതവിടെ നിൽക്കട്ടെ, ചെയ്യുവോ ചെയ്യാതിരിക്കോ, ഇനിയിപ്പം നിനക്ക് കൂട്ടായിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല. അപ്പോഴേക്കും അവള് പറഞ്ഞു, എന്റെ ഗംഗ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചെന്നൈ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊന്നും വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല, അവരൊക്കെ ഒരു വരവ് ഇങ്ങോട്ട് വരും. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, വരുന്നവരൊക്കെ വരട്ടെ, പക്ഷേ ഞങ്ങൾ അതിനെ തടുക്കാൻ തന്നെ തീരുമാനിച്ചു. കിരൺ പറഞ്ഞു, എടാ എടി, ഒരു നട്ടലില്ലാത്തവന്റെ പിന്നാലെയാണല്ലോ നീ പോയത്. ഇതിനു മുമ്പ് കല്യാണി എന്നെയൊക്കെ കൊല്ലാനായിട്ട് അവ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ തളർന്നു കിടക്കുവെന്ന് കരുതിയിട്ട് ഒരു തവണ അവൻ കത്തിയുമായിട്ട് എന്റെ നേരെ വന്നോ. അവന് അന്ന് ഞാൻ ഇടിച്ച് ഇഞ്ചാ പരുവാക്കി. അന്ന് പോലീസിനെ കൈമാറി. അതിന്റെ ആവശ്യമില്ലായിരുന്നു, അന്നേ തീർത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. അത് ഞാൻ ചെയ്തൊരു അബദ്ധമായിരുന്നു. പിന്നെ എനിക്ക് അബദ്ധം പറ്റുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതിന് ഇവള് നട്ടലുള്ള ആൺകുട്ടികളെ കണ്ടിട്ടില്ല. ഇനിയും നീ ആരെയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ മോളെ, നിനക്കായിരിക്കും ഈ അവസ്ഥ കിട്ടാനായിട്ട് പോകുന്ന അറിയാലോ. അത് കേട്ടപ്പോ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുവാണ്
കിരണിനെ കല്യാണിയെ സ്റ്റെഫി. ആ സമയത്ത് കിരൺ പറഞ്ഞു, എടി ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നീ എത്രയൊക്കെ എന്തൊക്കെ മറച്ചു വെച്ചെന്ന് പറഞ്ഞാലും നിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ പുറത്ത് കൊണ്ടുവന്നിരിക്കും. പിന്നെ പുറത്തിറങ്ങിയിട്ട് നിനക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും നീ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ലാന്ന് പറയണ. നിന്റെ തണലിനിയിപ്പം നിനക്ക് ഉണ്ടാവത്തില്ലടി. അങ്ങനെ അവളെ വെല്ലുവിളിച്ചിട്ട് കിരണും കല്യാണിയും കൂടെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈ സമയത്ത് കല്യാണി ചോദിച്ചു, അല്ല കിരണേട്ടാ, ഇനി അവനെങ്ങാനും വരുവോ? അവനോ? നല്ല കഥയെ. അവൻ ജഡവാറായി കഴിഞ്ഞപ്പോഴാണ് അവനെ ഞാൻ കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞത്. വന്യമൃഗങ്ങൾ അവനെ ഭക്ഷിക്കും. ഒരു നേരത്തെ ആഹാരം അവർക്കും കിട്ടട്ടെ. അവൻ കാരണം അവൻ ഇനി ഒരിക്കലും തലയുർത്തി വരാൻ പോകുന്നില്ല കല്യാണി. കല്യാണി പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് ഇതൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കിരണേട്ടാ. കിരൺ പറഞ്ഞു, അവൻ മരിക്കാൻ വേണ്ടി മാത്രമാണ് ആ പുഴക്കര നീന്തി കിടന്ന് അങ്ങോട്ടേക്ക് പോയത്. അവന്റെ വിചാരം എനിക്ക് നീന്താൻ അറിയില്ല, ഞാൻ അക്കരെ കടക്കില്ലെന്നാ. പക്ഷെ അവനേക്കാളും മുമ്പ് ഞാൻ നീന്തി അക്കരെ കടന്നെത്തിയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് അവനെ തീർക്കാൻ പറ്റിയതും വന്യമൃഗങ്ങൾക്ക് അവന് ഭക്ഷണമായി മാറിയതും. ആ സമയത്ത് കല്യാണി പറഞ്ഞു, എൻ്റെ അമ്മയുടെ ആത്മാവിന് ഇപ്പൊ ശാന്തി കിട്ടി കാണുമല്ലേ? അതെ, ഉറപ്പായിട്ടും അതെ. എൻ്റെ മുന്നിൽ എൻ്റെ കൺമുന്നിൽ ഒരേ ഒരു മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മയുടെ മുഖം. അവനെ തീർക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അവനെ തീർത്തു കഴിഞ്ഞാലും വലിയ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. കാരണം തമിഴ്നാട് പോലീസിനും കേരള പോലീസിനും അവനൊരു തലവേദനയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അവരതിനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കാനായിട്ടും പോകുന്നില്ല. അവൻ തീർന്നു പോയാലും അവരാ കേസ് ഒതുക്കി തീർക്കാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കല്യാണി. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ആ കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല. കിരൺ പറഞ്ഞു, ഇനിയിപ്പം കാർത്തികയുടെ കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് തന്നെ നടത്തണം. ഒന്നിനും ഒരു കുറവ് വരാൻ പാടില്ല. അതിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. നീ വരാൻ പറഞ്ഞിട്ട് കല്യാണിയെ വിളിച്ചോണ്ട് കിരൺ അങ്ങോട്ടേക്ക് പോയി. ഈ സമയം അടുക്കള തിരക്കിട്ട ജോലിയിലാണ് ലക്ഷ്മി. ലക്ഷ്മിയുടെ അടുത്തേക്ക് കാർത്തേ വന്നു. അമ്മ ഇതെന്താ ഭയങ്കര ജോലിയിലാണെന്ന് തോന്നല്ലോ? അതേ മോളെ, കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കാം. കിരണിനെ കല്യാണിയൊക്കെ വിളിക്കണം, അവർക്ക് കൊടുക്കണം. നല്ലേലും ദീപ മരിച്ചതിന് ശേഷം ഒരു സന്തോഷവും ഇല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നല്ലേ ഒരു സന്തോഷ വാർത്ത കേട്ടെ. അപ്പൊ ആ സന്തോഷ വാർത്തയ്ക്ക് വേണ്ടിയിട്ടാ അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, എന്നാലും ഇത്ര പെട്ടെന്ന് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. അതെ മോളെ, പക്ഷേങ്കില് ഒരു കാര്യമുണ്ട്. ആ സ്റ്റെഫി അകത്തായെങ്കിലും ഈ പറയുന്ന സ്റ്റെഫിയുടെയും ഗംഗാപ്രസാദിന്റെ കുറെ ആൾക്കാർ വന്ന് തമ്പടിച്ചിട്ടുണ്ട്. അവരെ നമ്മൾ സൂക്ഷിക്കണം. ഇനിയിപ്പം അത്ര വലിയ കാര്യമൊന്നുമില്ല മോളെ. അവരൊക്കെ ഇനി വന്നാലും ദേ തല പോണ്ടവന്റെ തല പോയില്ലേ, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അല്ലമ്മേ, അവൻ മരിച്ചിട്ടുണ്ടായിരിക്കുവോ? അതെന്താ മോളെ അങ്ങനെ ചോദിച്ചേ? അല്ല, മുറി കൂടുന്ന ഇനങ്ങ വെട്ടിമുറിച്ചിട്ടാലും അതുകൊണ്ട് പറഞ്ഞ. ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ല. മിക്കവാറും അവൻ തീർന്നു കാണായിരിക്കും. അതിനുള്ള സാധ്യത മുഴുവനുണ്ട്. കൊടുങ്കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞെന്നല്ല പറഞ്ഞ, കൊക്കയിലേക്ക്. അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. ഒത്തിരി വന്യമൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതല്ലേ, നമുക്ക് ധൈര്യമായിട്ടിരിക്കാമേ. ഇനി പേടിക്കേണ്ട കാര്യമില്ല. അപ്പോഴേക്കും ലക്ഷ്മി പറഞ്ഞു, ഇപ്പോഴും മനസ്സിനൊരു സമാധാനം വന്നേ, ഇനി പേടിക്കാതെ കഴിയല്ല. മോളുടെ കല്യാണമൊക്കെ നന്നായിട്ട് നടത്താലോ. അപ്പോഴേക്കും കാർത്തികയുടെ ചുണ്ടിലൊരു ചിരിയുണ്ടായി. അതെ, മോളൊരു കാര്യം ചെയ്യുക, കിരണിനെ കല്യാണിയും ചെന്ന് വിളിക്ക്. അവരിങ്ങോട്ടേക്ക് വരട്ടെ, എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാം. എത്ര ദിവസമായി എല്ലാവരും ആകെപ്പാടെ വിഷമത്തിലായിരുന്നല്ലോ. ഇപ്പം ദീപയുടെ ആത്മാവിന് ശാന്തി കിട്ടും. ദീപയും കൂടെ ഇല്ലല്ലോ എന്നോർത്തൊരു സങ്കടം മാത്രമേ ഉള്ളൂ ഈ സമയത്ത്. അതും മോളുടെ കല്യാണ സമയത്തും അങ്ങനെ തന്നെ ആയിരിക്കും. അത് കേട്ടപ്പോൾ കാർത്തിക്ക് വിഷമായി. കാർത്തിക് എന്നെ കല്യാണിയെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോയി. ഈ സമയം കല്യാണി നല്ല വിഷമത്തിൽ ഓരോന്നൊക്കെ ആലോചിച്ച് മുറിയിലിരിക്കുകയാണ്. അപ്പോഴേക്കും കിരൺ വന്നിട്ട് ഇതെന്താ ഭയങ്കര ആലോചന? അല്ല കിരണേട്ടാ, എന്റെ അമ്മയുടെ ആത്മാവിന് ഇപ്പൊ ശാന്തി കിട്ടിക്കാണുമല്ലേ? അത് ഉറപ്പായിട്ടും കിട്ടിക്കാണും. അവൻ തീർന്നു കഴിഞ്ഞ ഉടനെ അത് കിട്ടിക്കാണും കല്യാണി, നീ വിഷമിക്കേണ്ട. എന്നാലും എനിക്ക് എന്റെ അമ്മയെ കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല കിരണേട്ട. അപ്പോഴേക്കും കിരൺ കല്യാണിയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇനി ഇപ്പൊ നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതെ, കാർത്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര സന്തോഷമായില്ലേ കിരണേട്ട? അതെ, ഇനിയിപ്പം ഭീഷണി ഇല്ലാതെ കഴിയാലോ. അവൻ കാരണമല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ല കിരണേട്ട, അവനെ നേരത്തെ തീർക്കേണ്ടതായിരുന്നു. പക്ഷെ അവൻ തീർന്നാലും ഇനിയും ഉണ്ടല്ലോ ഒന്ന് രണ്ടെണ്ണങ്ങളെ ജയിലിൽ കിടപ്പുണ്ട്. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, അതെ, ആ രാഹുലും വിക്രവും. രാഹുലിന്റെ വിക്രത്തിന്റെ കാര്യം അറിയാലോ. വിക്രം ഇതുപോലെയൊക്കെ തന്നെയാ. അവനും ഇതേ സ്വഭാവം തന്നെയാ. അവനും പുറത്തിറങ്ങിയാൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നില്ല. നമ്മളെ കൊല്ലണം എന്നുള്ള ആഗ്രഹമായിട്ടായിരിക്കും അവനും പുറത്തേക്ക് ഇറങ്ങി വരുന്നേ. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അവനെ കൈകാര്യം ചെയ്യാൻ ഞാൻ മാത്രം മതി. അതെ, പക്ഷെ കൈകാര്യം ചെയ്യാൻ നീ മാത്രം മതി. അത് നേരിട്ടല്ലല്ലോ അവൻ വരുന്നേ. കാരണം നേരെ വരുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പിന്നെയും നടി വീണ്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കണ്ടും കരുതിയിരിക്കണം. അവൻ ഇറങ്ങിയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട രീതിയിലൊക്കെ ശ്രദ്ധിക്കുക തന്നെ വേണം. പിന്നെ ഒരു കാര്യമുണ്ട്, ഇനി അവൻ ഇറങ്ങി കഴിഞ്ഞിട്ട് അങ്ങനത്തെ ഉള്ള പരിപാടികളെ ചെയ്യാൻ പോകുന്നെങ്കിൽ വെറുതെ ഇരിക്കില്ല കല്യാണി. ഇപ്പൊ തന്നെ ഗംഗാപ്രസാദിന് കിട്ടിയ അനുഭവം കണ്ടോ? സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് പരിധിയുണ്ട്. നമ്മുടെ നേരത്തെ ഒരാള് കൊല്ലാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ മുന്നിൽ നമ്മൾ തൊഴുകൈകളോടെ നിന്നിട്ട് കാര്യമില്ല. തീർക്കേണ്ട രീതിയിൽ അങ്ങ് തീർക്കണം. ഇപ്പൊ ഞാൻ ആ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗംഗാപ്രസാദിനെ ഞാൻ ആദ്യം തീർക്കണമെന്നും ആഗ്രഹിച്ചില്ല. അവനെ ഇടിച്ച് സൂപ്പാക്കി
പോലീസിനെ കൈമാറാൻ ഓർത്തിരുന്ന. പക്ഷേ പിന്നെ ഓർത്തു അങ്ങനെ അതുകൊണ്ട് കാര്യമില്ല. കാരണം ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചല്ലേ. എന്നിട്ട് എന്തായി, അവൻ ജയിലിൽ ചാടിയില്ലേ. അതുകൊണ്ട് അതിനൊരു പ്രസക്തി ഇല്ലെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അവനെ അങ്ങ് തീർത്ത് കളഞ്ഞത്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, പക്ഷെ വിക്രമൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നുള്ളൂ. ഉം. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു, ഇനിയിപ്പം താമസിക്കേണ്ട, നമുക്ക് പോയേക്കാം. കാർത്തിക ലക്ഷ്മി അമ്മയൊക്കെ അവിടെ കാത്തിരിക്കുക നമുക്ക് വേണ്ടിയിട്ട് എന്നും പറഞ്ഞ് കല്യാണിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകാനിറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കിരണും കല്യാണി കാർത്തികയുടെ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ലക്ഷ്മി അമ്മ വന്നു കഴിഞ്ഞപ്പം കാർത്തിക പറഞ്ഞു, ബാ കല്യാണി എന്നൊക്കെ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, ഞാൻ സദ്യ കഴിക്കാനുള്ള മൂഡിലൊന്നുമല്ല, എനിക്കറിയാം മോളെ. പക്ഷേ എങ്കിൽ ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമല്ലേ, മോളുടെ അമ്മയെ കൊന്നവനെ ഇന്ന് തീർത്ത ദിവസമല്ലേ, അപ്പൊ അതിന്റെ ഒരു ചെറിയ സന്തോഷ, മോള് ഒന്ന് ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കല്യാണിയെ സമാധാനിപ്പിക്കുക. അപ്പോഴേക്കും കല്യാണി പറഞ്ഞു, അതെ, അവന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യണ്ടേ. എല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോയി. മോൾ എന്തായി പറയണേ എന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചു. അത് ലക്ഷ്മിയമ്മ, കർമ്മം ചെയ്തില്ലെങ്കിൽ അവൻ വീണ്ടും നമ്മളെ ശല്യപ്പെടുത്താൻ വന്നാലോ. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ കല്യാണി? അവന്റെ ജഡം പോലും കിട്ടിയിട്ടില്ലല്ലോ. ജഡം കിട്ടിയാൽ നമ്മൾ കർമ്മം ചെയ്താൽ പോരെ. ജഡം കിട്ടാത്തടത്തോളം കർമ്മം ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും കിരൺ പറഞ്ഞു, ആ അത് ശരിയായിട്ടുള്ള കാര്യമാ. ഒരു കാര്യം ചെയ്യാം, ഒരു ജോത്സ്യരെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചു നോക്കാന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. അതിനുശേഷം എന്താന്ന് വെച്ചാൽ പ്രതിവിധി എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഈ സമയം കാർത്തി പറഞ്ഞു, അച്ഛന്റെ ചിതാഭസ്മൊക്കെ തട്ടി എറിഞ്ഞവൻ അവന്. അച്ഛന് കർമ്മം ചെയ്യാൻ പോലും കൂട്ടാക്കത്തവൻ അവന്. അവന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാത്തതിന്റെ കുഴപ്പമുള്ളൂ. കിരൺ കല്യാണ്ട് പറഞ്ഞു, നീ വിഷമിക്കൊന്നും വേണ്ട. ഇനിയിപ്പൊ അവന്റെ പ്രേതം വന്ന് ശല്യപ്പെടുത്തുന്ന പേടി വേണ്ട. അവന്റെ ആത്മാവിന് ഗതി കിട്ടാതെ അവന് എലോടയിലേക്ക് അലിഞ്ഞു തീരുന്നുണ്ടോന്നും പറയാൻ പറ്റില്ല. പക്ഷേങ്കില് അതൊന്നും ഓർത്ത് നിനക്ക് ടെൻഷൻ വേണ്ട. നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് നടത്തിയേക്കാം. ലക്ഷ്മിയമ്മ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജോസിനെ പോയി കാണാം. വേണ്ട എന്തെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്ന് പറയണം. ലക്ഷ്മിയമ്മ പറഞ്ഞു, ഞാൻ പോയി ആഹാരം എടുത്തു വെക്കാന്ന് പറയണം. അങ്ങനെ കിരണും കല്യാണിയും കൈയിടാൻ തുടങ്ങുന്ന സമയത്ത് കല്യാണി പറഞ്ഞു, കിരണേട്ടാ, ചെയ്യേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണം. ഒന്നും വെച്ച് താമസിപ്പിച്ചു കൂടാ. ശരി, നീ വിഷമിക്കേണ്ട. വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ കല്യാണിക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.